മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ നിന്നായിരിക്കും മത്സരിക്കുക. താന്നൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറ്റാനുള്ള അബ്ദുറഹ്മാന്റെ ആവശ്യം CPM അംഗീകരിക്കുകയാണ്. ഇതുവരെ ആരായിരിക്കും താന്നൂരിൽ അബ്ദുറഹ്മാന് പകരം സ്ഥാനാർത്ഥിയായി വരിക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കൊണ്ടോട്ടിയിൽ ഡോക്ടർ P ജിജിയും കോട്ടക്കലിൽ K പ്രീതിയുമായിരിക്കും മത്സരിക്കുക. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ വിജ്ഞാപനം വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതാണ്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അബ്ദുറഹ്മാന്റെ പേരുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ നിമിഷം വരെ ഒരു ഫ്ലെക്സോ ഒരു പോസ്റ്ററോ എന്തിന് സ്വന്തം ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് പോലും വി അബ്ദുറഹ്മാൻ ഇട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാറിക്കഴിഞ്ഞു. നാളെ മുതൽ പ്രചാരണത്തിന് ഇറങ്ങുമോ? നാളെ മുതൽ തന്നെ പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയാണ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഒരു സൂചനയും വി അബ്ദുറഹ്മാൻ നൽകിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത്തരത്തിലൊരു നീരസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിൽ ഇനി അബ്ദുറഹ്മാൻ മത്സരത്തിലേക്ക് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരെ ഉയർന്നു നിന്നിരുന്നു. പിന്നാലെ നേതൃത്വം അബ്ദുറഹ്മാന് വഴങ്ങി എന്ന തരത്തിൽ തന്നെയായിരുന്നു അത്തരത്തിൽ വാർത്തകൾ വരുന്നത്. കാരണം ജന്മനാട്ടിൽ തന്നെ മത്സരിക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ എന്നൊരു ആദ്യ പ്രതികരണം വി അബ്ദുറഹ്മാൻ എന്ന് നടത്തിയിരുന്നു. പിന്നാലെയാണ് CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നത്. വി അബ്ദുറഹ്മാനെ തിരൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ കോട്ടക്കലിലെയും കൊണ്ടോട്ടിയിലെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇനി താനൂരിൽ ആര് എന്നൊരു ചോദ്യമാണ് ബാക്കി. അത്തരത്തിലൊരു വിമത നീക്കമൊക്കെ ഉണ്ടാവുമെങ്കിൽ അതിൽ കണ്ണും നട്ടിരിക്കുന്നുണ്ട് LDF എന്നൊരു സൂചനയും വിവരവും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അബ്ദുറഹ്മാനെ സംബന്ധിച്ച സിറ്റുവേഷൻ അവിടെ സോൾവ് ചെയ്തിരിക്കുന്നു. അപ്പോഴും പാർട്ടി പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി പാർട്ടിക്ക് വഴങ്ങാതെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടി വഴങ്ങിയ ഒരു ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കിയാകുന്നുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിഷയമാണ്. എന്തായാലും നാളെ വിവരങ്ങൾ നൽകിയത്.